കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. പെരിങ്ങാല വലിയൊരു ജംഗ്ഷനും കൂടിയാണ്. അവിടെ നിന്ന് തൃപ്പൂണിത്തുറ ആലുവ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ 4 സെൻറ്റ് ഭൂമിയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ധാരാളം ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്കാണ് പോകുന്നത്. എലവേഷൻ വന്നിരിക്കുന്നത് ബോക്സി ഡിസൈനിലാണ്. ഭംഗിയുള്ളൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വീതിയുള്ള ബൈ റോഡ് ഫ്രണ്ടേജുമാണ് വില്ല വന്നുള്ളത്. മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. നേരെ ഫ്രണ്ടിലേക്ക് തന്നെ വരാം. ഈ ഭാഗത്ത് വലിയൊരു വാഹനം പാർക്ക് ചെയ്യേണ്ട സ്പേസ് ഉണ്ട്. ടൈലാണ് ഭാഗമായിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. മാത്രമല്ല ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. ഇങ്ങനെ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് അടുക്കള വന്നുള്ളത്. ഇനി നമ്മൾ നേരെ വെസ്റ്റിലേക്കാണ് വരുന്നത്. ഇവിടെയും 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ 2 വാഹനങ്ങൾ ഇവിടെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. കിണറാണ് വന്നുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടർ എടുക്കുകയാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നല്ല ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് കിണർ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരെ വീടിനകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അപ്പം പില്ലറിൽ ടെക്സ്ചർ വർക്കൊക്കെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അതായത് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. നമ്മൾ ലിവിങ്ങിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലിവിങ്ങിലാണ്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മേലെ ഫാൾ സീലിങ്ങിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈലാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേണുമാണ്. ഇനി ടി യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗം കൂടിയാണ്. നല്ല കളറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് TV യൂണിറ്റിൻ്റെ ഭാഗം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡൈനിങ്ങിൽ ഇരുന്നുകൊണ്ടും TV കാണാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു 8 ചെയറിൻ്റെയോ 6 ചെയറിൻ്റെയോ ഒക്കെ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ മേലെയായിട്ടും നല്ല ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതും വാം ലൈറ്റ് തന്നെയാണ് കൂടുതൽ കൊടുത്തുള്ളത്. അകത്തെ പെയിൻറ്റിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ടൈലും വൈറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വാം ലൈറ്റിൻ്റെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ കിച്ചൻ്റെ ഭാഗത്താണ്. അതായത് ഒരു കൗണ്ടറിന് ഫ്രണ്ടിലായിട്ടാണ്. ഇവിടെ നമുക്ക് സ്റ്റൂൾസോ മറ്റോ ചെയറോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. മേലെ ഭംഗിയുള്ള ഫാൻസി ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് തന്നെ വരാം. കിച്ചൻ്റെ ടൈൽ പാറ്റേൺ മാറ്റ് ടൈലാണ് വന്നുള്ളത്. മാത്രമല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനും കൂടിയാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും കൂമ്പൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അത് L ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു U ഷേപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കിവിടെ ഒരു കൗണ്ടറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റുകൾ ഉടനീളം കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഓരോ പാളി വീതം ജനലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൈ എത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ ലോക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. വശങ്ങളെല്ലാം ടൈൽ പൊട്ടിച്ചിട്ടുണ്ട്. നോർത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇത് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ കൂടി അവിടെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്.
ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനും ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ടവൽ റാഡ് വരുന്നുണ്ട്, ധാരാളം സ്റ്റോറേജ് സ്പേസും താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. നേരെ ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് സൈഡിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ വെക്കാവുന്നതാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഏകദേശം 13 അടി നീളവും 11 അടിയോളം വീതി വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, നല്ല കബോർഡും വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. ആദ്യം കാണുന്ന വാഷ് ബേസിനാണ്. പെഡസ്റ്റൽ ടൈപ്പിലുള്ള ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്, അതും സെറയുടെ ഫിറ്റിങ്സ് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡയവേർട്ടർ കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് ടൈലിൻ്റെ കളർ പാറ്റേൺ വന്നുള്ളത്. താഴെ മാറ്റ് ടൈപ്പ് തന്നെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഫൈബർ ഡോറാണ്. നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് സൗത്ത് സൈഡും ഇത് ഈസ്റ്റ് സൈഡുമാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് 10 അടി വീതിയും 11 അടി നീളവും ഉണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയിലായിട്ടാണ് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാവുന്നതാണ്. അവിടെ ഒരു ലൈറ്റ് പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വന്നുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. നോർത്ത് സൈഡിലൊരു പെർഗോളയും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ്ങിലാണ്. സാമാന്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ബേ വിൻഡോ ആണ്. ഇതിൽ ഗ്രാനൈറ്റിൻ്റെ പീസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഫ്രണ്ടിലായിട്ട് 2 സെറ്റ് ഇടാനുള്ള സ്പേസും കൂടി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് TV വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TV കാണാനുള്ളൊരു സ്പേസ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അപ്പർ ലിവിങ് സ്പേസിൻ്റെ മേലെയായിട്ടും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. അപ്പർ ലിവിങ് സ്പേസിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണ്. ഒരു ബാൽക്കണിയോട് കൂടിയുള്ളൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ. ഇതിൻ്റെ നീളം തന്നെ 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇവിടെയായിട്ട് കോർണറിൽ ഒതുങ്ങി മാറിയിട്ടാണ് വാർഡ്രോബ്സ് വന്നിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുണ്ട്. നല്ല വലുപ്പമുള്ളൊരു ബാത്റൂമും കിട്ടിയിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. നേരെ നമുക്കൊന്ന് ബാൽക്കണി കാണാം. ഇങ്ങനെയാണ് ബാൽക്കണി വന്നുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ടഫണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, മേലെ LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വന്നുള്ളത്. ഇവിടെയായിട്ട് ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി പോരെങ്കിൽ ഇതിൻ്റെ മേലേക്ക്, അതായത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ലാഡറാണ് ഈ കൊടുത്തിട്ടുള്ളത്. പകുതി ഭാഗം സ്ക്വയർ ട്യൂബിലും ബാക്കി ഭാഗം വരുന്ന കോൺക്രീറ്റിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്, ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഇവിടെയായിട്ട് ബാൽക്കണി വന്നിട്ടുണ്ട്. ഒരു കോർണർ സ്പേസ് ആണ് ബാൽക്കണി വന്നുള്ളത്. ഒരുപാട് വലിപ്പമൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ കൂടി നല്ലൊരു ബാൽക്കണിയാണ്. ഇതിന് ഫാനിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലും ഫ്രണ്ട് ഗ്ലാസും തന്നെയാണ് വന്നുള്ളത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്നൊരു ഭംഗിയുള്ളൊരു ബാൽക്കണിയും കൂടിയാണിത്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. മാത്രമല്ല ബൈ റോഡ് ഫ്രണ്ടേജാണ് ഈ വില്ല വന്നിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 69 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളും ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.